ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മുടെ വൈഫൈന്റെ ഒരു മെയിൻ്റെനൻസ് പ്രശ്നം കാരണം നമുക്ക് ഇന്നലെ ലൈവ് നോക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഉഷാറായിട്ട് വരും. അപ്പോൾ മച്ചാമാരെ ഗീവ് വേയുടെ നമ്മുടെ ഇന്നലത്തെ വീഡിയോന്റെ ഗീവ് വേന്റെ നമ്മുടെ വിന്നറിനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 89 രൂപേന്റെ ഒരു റെഡി കോഡാണ് മച്ചാനെ കൊടുക്കുക. നമ്മുടെ അതായത് 260 കോയിൻസ്. ഗൈസ് ഇപ്പോൾ ഒരാളെയാണ് നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ അതിനെപ്പറ്റി പറയാം. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നെ തരാം. നമ്മുടെ ഇന്നലെ ഏകദേശം കമന്റ് വന്നതിന് ഒരാളെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആപ്പ് വെച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം ആരാണോ നമ്മുടെ ഒരു വിന്നറിന്. ഗൈസ് ഉറപ്പായിട്ട് ഞാൻ കൂട്ടി വരാട്ടോ. നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു. അതിന്റെ ഇൻസ്റ്റയിൽ ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലേസിന്റെ റിവ്യൂ കാര്യങ്ങൾ ഞാൻ വേറൊരു ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഇതിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും കണ്ട് അടിപൊളിയാക്കാം മച്ചാമാരെ. അപ്പൊ നമുക്ക് നാളെ വരാനുള്ള കുറെ പാക്കിനെ പറ്റി പറയാം കേട്ടോ. ആദ്യം തന്നെ ഗൈസ് അപ്പം ആദ്യം തന്നെ നമുക്ക് പോർട്രേറ്റ് പ്രഡിക്ഷനെ പറ്റി പറയാം. നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ ബാർസ ജയിച്ചപ്പോൾ തന്നെ എന്താ പറയാ ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോളിന്റെ അംബാസഡേഴ്സ് അല്ല നമ്മുടെ ഓൾറെഡി കിടക്കുന്ന ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൗണ്ട് ഉണ്ട്, പിന്നെ നമ്മുടെ വിക്ടർ ഉണ്ട്, മാക്കലിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമിന്റെ ഒക്കെ ഉണ്ട് നമ്മുടെ പോർട്രേറ്റ് പ്രഡിക്ഷനിൽ. പിന്നെ നിങ്ങൾ എല്ലാവരും എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാക്കാണ്. എനിക്കറിയാം നമ്മുടെ റുമിയുടെ ഒരു പാക്ക്, ബുള്ളറ്റ്, റുമി, റൈഗാർഡ്, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പാക്കാണ്. അപ്പം ഗൈസ് ഈ ഒരു പാക്ക് ഉറപ്പായിട്ടും വരും. കാരണം ചൈനീസ് വേർഷനിൽ ഇത് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. പുതിയ കാർഡ് വന്നിട്ടുണ്ട്. ഇത് അതായത് ചൈനീസിൽ വന്ന ഒരാഴ്ച അല്ല 2 ആഴ്ച ഒക്കെ കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ ഗ്ലോബലി യൂസേഴ്സിന് എല്ലാവർക്കും ആദ്യമേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൈസ് ഈ ഒരു പാക്ക് മിക്കവാറും നാളെ നമുക്കൊരു പാച്ച് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. പാച്ച് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഒരു 300 MB നാളെ കൊനാമി എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ നാളെ കൈസ് ഒരു എപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ UCL ഒക്കെ കഴിയുകയാണ്. നിങ്ങൾക്കറിയാം നോക്കിക്കഴിഞ്ഞാൽ 14 മണിക്കൂറൊക്കെ ഇനി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റുമിയുടെ ഒരു കാർഡ് മിക്കവാറും ഈ ഒരു തിങ്കളാഴ്ചയൊക്കെ വരാനായിട്ടേ ചാൻസ് ഉള്ളൂ. അതുപോലെ ഗൈസ് നിങ്ങൾ കുറെ പേര് ചോദിച്ചായിരുന്നു റൊണാൾഡോ റൊസാരി ഒക്കെ വരുമെന്ന്. ഗൈസ് ഇതൊരു ജസ്റ്റ് ഒരു മൊമെന്റം ഡ്രിബിളിങ്ങിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതുള്ളൂ. ഇതിപ്പോ വരാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഗൈസ് ഇതൊന്നും എന്താ പറയുക നമ്മുടെ ഇതിനകത്ത് വന്നിട്ടേ ഇല്ല. പിന്നെ ഗൈസ് ഓൾറെഡി ജാമി വാർഡി എന്ന് പറഞ്ഞൊരു എപ്പിക്ക് ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് സംഭവം എനിക്ക് തോന്നുന്നു ടോറസ് വന്ന പോലെ ചിലപ്പോ ഗൈസ് ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ ഗൈസ്. അപ്പൊ പിന്നെ വരാനുള്ള കുറെ എപ്പിക് പാക്കുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പാക്കുകൾ. സീക്കോ ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനമുണ്ട് ഗൈസ്. ഇതിന് കൊനാമി ഒരിക്കലും ചതിക്കില്ല. കാരണം കഴിഞ്ഞ കൊല്ലം നമ്മൾ മെയിലൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഒരു 750 കോയിൻ നമുക്ക് എല്ലാ യൂസേഴ്സിനും കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പോലെ 850 കോയിൻ തട്ടിപ്പല്ല, ശരിക്കും റിയൽ ആയിട്ട് കിട്ടുന്ന ഒരു പൈസയാണ്. അപ്പോൾ അതിനകത്ത് 2 എപ്പിക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും ഷോർട്ട് ടൈം ഒരെണ്ണൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾക്കറിയാം ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ ഈ കാർഡ് പലർക്കും കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കേസ് ഇതിലൊരു 750 കോയിൻ കിട്ടും. അപ്പൊ എന്തായാലും 6-7 കഴിഞ്ഞു, ഈ 8ആണ് വരേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബെക്കംബറൊക്കെ ആയിരുന്നു തന്നെ. അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം കുറെ പേര് ചോദിച്ചായിരുന്നു ഡെന്നിസ്ലോയുടെ കാര്യം. അപ്പൊ ഡെന്നിസ്ലോയൊക്കെ ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പക്ഷെ അതിന്റെ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇതിന്റെ മേളിൽ കൊടുക്കാം, നിങ്ങൾ എല്ലാവരും പോയി കാണുക. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റും കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും കിട്ടട്ടെ. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമുക്ക് പറയുകയാണെങ്കിൽ അതിനകത്ത് എല്ലാ യൂസേഴ്സിനും ബെക്കംബറിനെ കിട്ടിയായിരുന്നു കേട്ടോ. കാരണം 26ഓളം ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു. പിന്നെ മച്ചാമാരെ FC ബയോന്റെ ഒരു പാക്കാണ് നമ്മുടെ ഫ്രാങ്ക് റിബറി, മാർട്ടിന്, പിന്നെ റുമി ഗൈസ്. അപ്പൊ അതാണ് പിന്നെ നമ്മുടെ ആനിവേഴ്സറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഗൈസ് നിങ്ങൾക്കറിയാം ഇൻസിഗ്നി അതുപോലെ തന്നെ ജെറാർഡ് നമ്മുടെ ഓൾറെഡി നമ്മുടെ അംബാസഡേഴ്സ് ആണ്. അപ്പൊ ഇനിയിപ്പം ഗൈസ് നിങ്ങൾക്കറിയാം നിക് മെസ്സി എന്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്നത്. കാരണം മെസ്സിയുടെ കാർഡ് കൊനാമി തന്ന് ആ ഒരു കാർഡിന്റെ പവർ വെറുതെ കുറയ്ക്കണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു അല്ലെ തന്നോട്ടെ. അതായത് പുതിയതായിട്ട് കുറെ യൂസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ മെസ്സിനെ കിട്ടാനുള്ള ഒരു നല്ല ചാൻസ് ആണ്. അപ്പൊ തരട്ടെ എന്തായാലും ഗൈസ്, ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം കൊനാമി ആയതുകൊണ്ട് അവര് നാളെ എന്തെങ്കിലുമൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. അതാണ് പാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഗൈസ് ഇനിയിപ്പം 8 ദിവസം കൂടി ഉണ്ട് നമ്മുടെ പുതിയതായിട്ട് 850 ക്യാമ്പയിൻ തീരാനായിട്ട്. അപ്പൊ അടുത്ത ക്യാമ്പയിൻ മിക്കവാറും ഇപ്പൊ ഇതിന്റെ ക്യാമ്പയിനൊന്നും അവർ വന്നില്ല, അതൊന്നും ഇനി ഉണ്ടാവില്ല, അതവര് പറ്റിച്ചു. അപ്പൊ മിക്കവാറും ഇനിയിപ്പോ 8th ആനിവേഴ്സറി ക്യാമ്പയിൻ ആയിരിക്കും. അത് തരാണ്ടിരിക്കില്ല ഗൈസ്. കാരണം കൊനാമി ഓൾറെഡി വർഷത്തിലൊരിക്കലെങ്കിലും അത് തരാണ്ടിരിക്കില്ല. അപ്പൊ നമുക്ക് അതൊരു സന്തോഷമാണ്. അതാണ് 850 ക്യാമ്പിന്റെ. പിന്നെ എപ്പിക് ആയിട്ടുള്ള അലിസബെക്കന്റെ ഒരു കാർഡ് കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചു തന്നു. പിന്നെ വെച്ചാൽ അവരെ പവർഫുൾ ഫിഗർ എന്ന് പറയുന്നത് ജസ്റ്റ് കൺസെപ്റ്റ് ആയിട്ടാണ്. കാരണം സാല ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. പിന്നെ ഹസാഡ് വരും. പക്ഷെ റൊണാൾഡോയുടെ കാർഡിന് കാര്യം അവർ ഇതുവരെ ഒരു അനൗൺസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ കാർഡൊന്നും വരില്ല ഗൈസ്. അത് അവര് പറ്റിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. പിന്നെ ഗൈസ് ഓൾറെഡി നമുക്ക് എന്താ പറയാ ഇനിയിപ്പോ നമ്മുടെ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പാക്ക് എന്ന് പറയുന്നത്. പിന്നെ പോയിന്റ്സിന് കുറെ നല്ല അടിപൊളി പാക്കുകൾ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും എടുക്കുക. അത്യാവശ്യം നല്ല കാർഡുകളൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വരേണ്ടവർ ഉറപ്പായിട്ടും പറയാം
ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ മീനിന്റെ വണ്ടി ഉണ്ട്. മച്ചാമാരെ പിന്നെ പറയാനുള്ളത് നമ്മൾ ഇന്നലത്തെ അങ്ങനെ നമ്മുടെ ഗീവയുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോണ് ഗൈസ്. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത് കോപ്പി ലിങ്ക് ചെയ്യാണ്. 347 കമന്റ് ആണ് നമ്മൾക്ക് ആ ഒരു വീഡിയോയിൽ വന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു സൈറ്റിലാണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം പേസ്റ്റ് ചെയ്യാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ എഡിറ്റിംഗ് കോഴ്സ് എന്നാണ് കൊടുക്കുന്നത്, അതായത് എല്ലാവർക്കും. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് എന്തായാലും ലോഡ് ആവുന്നുണ്ട് വെച്ചാൽ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ആ ഒരു വിന്നർ ആരാണ് ഗൈസ്. അപ്പം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം, ആരാണ് പിക്ക് വിന്നർ ഗൈസ്. അപ്പോൾ C.Grafter 4661 നമ്മുടെ ഈ ഒരു മച്ചാനാണ് നമ്മുടെ വിന്നർ. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ബ്രോ എന്തായാലും മച്ചാൻ നമ്മുടെ ഐഡി ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. സഞ്ജയ് സൂര്യൻ അല്ല റിയൽ സഞ്ജു ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, ഞാൻ ഇവിടെ താഴെ തന്നെ കൊടുക്കാം. മച്ചാൻ ജസ്റ്റ് അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അതിൽ കൂടെ നമ്മുടെ റിഡീം കോഡ് ഗൂഗിൾ പേ വഴി കയറ്റിയിട്ട് മച്ചാൻ റിഡീം കോഡ് അയച്ചു തരാം. 89 രൂപേന്റെ റിഡീം കോഡാണ് 260 കോഴി. അപ്പൊ എന്തായാലും മച്ചാൻ കൺഗ്രാജുലേഷൻ ബ്രോയ്ക്ക് അടിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ ഗൈസ് എല്ലാവരും. അപ്പൊ എന്തായാലും നമ്മുടെ ബ്രോയാണ് നമ്മുടെ വിന്നർ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചത് ഇങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പൊ എന്തായാലും മച്ചാൻ വിളിച്ചു. അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ എല്ലാവരും ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഗൈസ് പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ റൂമിലേക്ക് നിങ്ങൾക്ക് തരാട്ടോ, ഇതുപോലെ ഗീവ് വെച്ച് തരാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം മച്ചാൻ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഗൈസ്. നമുക്ക് നാളെ നമ്മുടെ മെയിൻസ് അടിച്ചു പൊളിച്ച് ഉഷാറാക്കണം. രാവിലെ ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ തുടങ്ങാം. അപ്പൊ എല്ലാവരും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഞാൻ മാക്സിമം ലൈവ് വെക്കാം ഗൈസ്. അപ്പം വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.